നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ആമേൻ. ദിവസങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ എല്ലാം കർത്താവിൽ ഇട്ടുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നിങ്ങളെ എല്ലാവരും സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. കർത്താവിൻ്റെ വാക്കുകളാണ്. അമ്മേ, നമ്മുടെ ഭാരം വഹിക്കുന്നവർ, പ്രയാസങ്ങൾ, പല ഭാരങ്ങൾ അല്ലെ, രോഗമായിട്ടും കടഭാരമായിട്ടും ബുദ്ധിമുട്ടായിട്ടും അങ്ങനെ പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അങ്ങനെയുള്ള എല്ലാവരും ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ല്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാം, പുതിയ വഴി തുറക്കാം, വാതിലുകൾ തുറക്കാമെന്ന കർത്താവിന് നമ്മളോടുള്ള വാഗ്ദത്തമാണ്. ആമേൻ. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നുള്ള പാട്ട് ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പാടുന്നതാണ്. നിങ്ങൾക്കത് അനുഗ്രഹമായി കർത്താവ് തീർക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എനിക്കെതിരായി വന്നാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എനിക്കെതിരായി വന്നാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരിവേൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരിവേൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില, വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എനിക്കെതിരായി വന്നാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എനിക്കെതിരായി വന്നാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അപ്പോ അടുത്ത ലൈവിന് കാണാം. ഓക്കെ.